അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ കാണിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എഴുതി തുടങ്ങിയ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹാൻഡ് ഗ്രിപ്പ് കിട്ടി അവർക്ക് എഴുതാൻ വശം കിട്ടുന്ന പാകത്തിലേക്ക് അവരുടെ കയ്യെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് പ്രാക്ടീസ് കൊടുത്താൽ അത് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പണ്ട് പുരാതന കാലം മുതൽ നിലനിന്ന് വരുന്ന ഒരു കാര്യമാണ് എഴുത്ത് കളരി. അവിടെ മണ്ണിലാണ് കുട്ടികളെ എഴുതി പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മൾ കുട്ടികൾ മണ്ണിൽ കളിക്കുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ പോയിന്റ് ഫിംഗർ, അതായത് നമ്മുടെ ചൂണ്ടുവിരലാണ് എഴുത്തിന് കൂടുതൽ സപ്പോർട്ട് നൽകുന്നത്. അതിലെ നെർവ്സ് ഹാർട്ടും ബ്രെയിനുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മണ്ണിൽ എഴുതി പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയും അത് നന്നായി ഓർത്തെടുക്കാൻ പറ്റുകയും ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സീഡ്സ്, ബീഡ്സ്, സ്റ്റിക്സ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഇത് വീട്ടിലെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ പരിപൂർണ്ണ ശ്രദ്ധയോടുകൂടി വേണം ഇതെല്ലാം ചെയ്യേണ്ടത്. അതായത് കൊച്ചു കുട്ടികൾ എന്ത് കിട്ടിയാലും വായിലേക്ക് വെക്കുന്ന ഒരു പ്രവണത ഉള്ളതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അതെല്ലാം ശ്രദ്ധിച്ചു വേണം ഇത് ചെയ്യുന്നത്. മണ്ണ് ഉപയോഗിക്കുമ്പോൾ നല്ല വൃത്തിയായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. പൊടി അലർജിയുള്ള കുട്ടികളാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഒഴിവാക്കേണ്ട കാര്യമാണെങ്കിൽ ഒഴിവാക്കി തന്നെ പോവുക. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ സാൻഡ് ഓൺലൈനിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുന്നു.